بسم الله الرحمن الرحيم ولله ملك السماوات والأرض ويوم تقوم الساعة يومئذ يخسر المبطلون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء وأفضل النبيين محمد صلى الله عليه وسلم آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ജാസിയയിലെ 27-ാമത്തെ സൂക്തമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വലില്ലാഹി, അള്ളാഹുവിനുള്ളതാണ്, മുൽക്കു അധികാരം, ആധിപത്യം, അസ്സമാവാത്തി ആകാശങ്ങളുടെയും, വൽ അർളി ഭൂമിയുടെയും, വയൗമ ദിവസം, തഖൂമു നിലവിൽ വരുന്ന, അസ്സാഅത്തു അന്ത്യനാൾ, യൗമഇദിൻ ആ ദിവസം, യഖ്സറു നഷ്ടകാരികളാകും, അൽ മുബ്തിലൂൻ അസത്യവാദികൾ, ബാത്തിലിൻ്റെ ആളുകൾ. ആകാശഭൂമികളുടെ അധികാരം, ഉടമാവകാശം അള്ളാഹുവിനാണ് എന്നാണ് ഈ സൂക്തം പറയുന്നത്. ഖുർആനിൽ 19 സ്ഥലങ്ങളിൽ മുൽക്കുസമാവാത്തി വൽ അർൾ എന്ന പ്രയോഗമുണ്ട്. ഇവിടെ ഇത് പ്രത്യേകം പറയാനുള്ള കാരണം അന്ത്യനാൾ സംഭവിക്കില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായാണ്. ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം പരിപാലിക്കുന്ന അള്ളാഹുവിന് നിങ്ങളെ പുനഃസൃഷ്ടിക്കുക നന്നേ നിസ്സാരമാണ്. ആകാശങ്ങളും ഭൂമികളും അള്ളാഹുവിനാരോ ദാനം നൽകിയതല്ല, വേറെ ആരോ സൃഷ്ടിച്ചതുമല്ല. അവൻ്റെ സൃഷ്ടിപ്പാണ്. അതിനെ പൂർണ്ണമായി നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ, അതിലെ വ്യത്യസ്ത ജീവജാലങ്ങളെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്കാനോ ഒന്നും അള്ളാഹുവിന് പ്രയാസമില്ല. ഇനി പരലോകമുണ്ടായാൽ ഞങ്ങൾ ആരാധിക്കുന്നുവോ അവർ ഞങ്ങളുടെ രക്ഷക്കെത്തുമെന്ന സത്യനിഷേധികളുടെ വാദവും ഈ സൂക്തം കൈകാര്യം ചെയ്യുന്നുണ്ട്. അന്ന് സത്യനിഷേധികൾ, ബാത്തുലിൻ്റെ ആളുകൾ, അവർക്ക് നഷ്ടം സംഭവിക്കും. അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല. രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. സമാവാത്തിൽ ആകാശങ്ങളിൽ, അർളിൽ ഭൂമിയിൽ, രണ്ടിലെയും അധികാരം അള്ളാഹുവിനാണ്. ആകാശങ്ങളിൽ എവിടെയോ അധികാരം വാഴുന്ന, ആധിപത്യമുള്ള, ഉപരിലോകത്തെ മാത്രം ശ്രദ്ധിക്കുന്ന നാഥനല്ല അള്ളാഹു. ഭൂമിയിലും എന്ത് സംഭവിക്കണം, സംഭവിക്കരുത്, എന്ത് നിയമം വേണം, എന്ത് പാടില്ല എന്നെല്ലാം നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. അവൻ്റെ അധികാരം എല്ലായിടത്തും ചൂഴ്ന്നു നിൽക്കുന്നു. ഹജ്ജിൻ്റെയും ഉംറയുടെയും ഏറ്റവും ഉയർന്ന ആത്മീയ അനുഭൂതിയിൽ വിശ്വാസി ഉരുവിടുന്ന തൽബിയത്തിൽ പോലും അള്ളാഹുവിൻ്റെ മുൽക്കിനെ ഊന്നി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ലക വൽ മുൽക്ക്, നിനക്കാണ് അള്ളാഹുവെ അധികാരം എന്ന് അവിടെയും ഊന്നി പറയുന്നു. എല്ലായിടത്തും അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ ഓർക്കണം. അവൻ്റെ നീതിയുടെ അനിവാര്യമായ തേട്ടമാണ്, അധികാരത്തിൻ്റെ തെളിവാണ് പരലോകം. ആകാശങ്ങളിലും ഭൂമിയിലും അവനാണ് അധികാരി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ് പരലോകം. അതിനാൽ ആ അധികാരത്തിൻ്റെ ഭാഗമായ പരലോകത്തെ അംഗീകരിക്കാത്തവർ, അസത്യത്തിൻ്റെ കൂടെ പോകുന്നവർ, അവർക്ക് നഷ്ടം സംഭവിക്കും, സംഭവിച്ചേ തീരൂ. ഖുർആൻ ഇത് ഊന്നി പറയുന്നുണ്ട്. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി സയ്യന്നാ ലഹും അഅമാലഹും ഫഹും യഅമഹൂൻ. നിശ്ചയം പരലോകത്തിൽ വിശ്വസിക്കാത്തവർ, അവർക്ക് തങ്ങളുടെ പ്രവൃത്തി നാം ഛേദോഹരമാക്കി കാണിച്ചു കൊടുക്കുകയാണ്. അതിനാൽ അവർ അന്ധാളിച്ചു കൊണ്ടിരിക്കുന്നു, പരിഭ്രമചിത്തരായി കൊണ്ടിരിക്കുന്നു. ഉലായിക്കല്ലദീന ലഹും സൂഉൽ അദാബ് വഹും ഫിൽ ആഖിറത്തി ഹുമുൽ അഖ്സറൂൻ. അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്, അവർ നരകത്തിലാണ്, ഏറ്റവും നഷ്ടകാരികൾ അവരാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. മുബ്തിലൂൻ എന്ന പ്രയോഗം 5 തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്. ബാത്തിലിൻ്റെ കൂടെ നടക്കുന്നവർ, അസത്യത്തിൻ്റെ ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏറ്റവും വലിയ സത്യമായ പരലോകത്തെ അംഗീകരിക്കാത്തവർ, ഏറ്റവും വലിയ അസത്യമായ പരലോക നിഷേധത്തിൻ്റെ കൂടെ നടക്കുന്നവർ, അതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ തലയിൽ ആയിരക്കണക്കിന് മുടിയുണ്ട്. ലോകത്ത് ജീവിക്കുന്ന 800 കോടി മനുഷ്യരുടെ തലയിൽ
എത്ര കോടി മുടിയുണ്ടാകും? ആദിമ മനുഷ്യൻ മുതൽ ഇന്നേ വരെ ലോകമെങ്ങും ജീവിച്ചു മരിച്ചു പോയ അസംഖ്യം തലമുറകളിലെ എണ്ണിയാലൊടുങ്ങാത്ത ജനകോടികളുടെ തലയിൽ എത്രയേറെ മുടിയുണ്ടാകും. ആർക്കും അത് ഊഹിക്കാൻ പോലുമാകില്ല. എന്നിട്ടും അവരിൽ ഒരാളുടെ തലമുടി പോലും നമ്മുടെ തലമുടിക്ക് സമാനമായി ഇല്ല. അവസാനത്തെ പരിശോധനയിൽ ഓരോ മനുഷ്യൻ്റെയും തലമുടി വേർതിരിച്ച് അറിയുക തന്നെ ചെയ്യും. കണ്ണ്, കാത്, കൈയക്ഷരം, കയ്യൊപ്പ്, കൈവിരൽ, ശരീരത്തിൻ്റെ ഗന്ധം, രക്തം, വിയർപ്പ് തുടങ്ങിയവയിലൂടെ എല്ലാം ഓരോ മനുഷ്യനെയും വേർതിരിച്ചറിയാം. എല്ലാം വ്യത്യസ്തമാണ്. മനുഷ്യനെയും അവൻ ജീവിക്കുന്ന പ്രപഞ്ചത്തെയും അതിലെ സകല വസ്തുക്കളെയും ഇത്തരം മഹാവിസ്മയങ്ങളുടെ കലവറയാക്കിയ പടച്ചവൻ, ആ പടച്ചവന് തീർച്ചയായും ഈ മനുഷ്യനെ പുനഃസൃഷ്ടിക്കാൻ കഴിയുക തന്നെ ചെയ്യും. ആരിലും വിസ്മയമുണർത്തുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ അധികാരത്തെക്കുറിച്ച്, അവൻ്റെ മുൽക്കിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. മുൽക്കു സമാവാത്തി വൽ അർള്, ആകാശഭൂമികളുടെ അധികാരം. സൂറത്തു ആൽ ഇമ്രാനിലെ 189 സൂക്തത്തിൽ ഈ പ്രയോഗം അള്ളാഹുവെക്കുറിച്ച് വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് അതേ അധ്യായത്തിൽ 29 സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന്. അള്ളാഹു ഉടമസ്ഥനാണ്, അള്ളാഹു യജമാനനാണ്. ഈ ഭൂമിയിലെ എല്ലാം അവൻ്റേതാണ്. ഈ ഭൂമിയും അതിലുള്ളതും നമുക്ക് താൽക്കാലികമായി തന്നതാണ്. ഇന്ന് നാം അതിനെ കൈകാര്യം ചെയ്യുന്നു. ഇന്നലെ നമ്മുടേതല്ല, നാളെ നമ്മുടേതാവുകയില്ല. നമ്മുടേത് മാത്രമായി നമ്മുടെ വശം ഒന്നുമില്ല. എല്ലാം അള്ളാഹു തന്നതാണ്. തന്നതെല്ലാം അവൻ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. നാം നമ്മുടേതെന്ന് പറയുന്ന കയ്യും കാലും കണ്ണും കാതും നാക്കും മൂക്കും ആയുസ്സും ആരോഗ്യവും ജീവനും ജീവിതവും ഒക്കെ അള്ളാഹുവിൻ്റേതാണ്, നമ്മുടേതല്ല. അഥവാ ഈ പ്രപഞ്ചത്തിൻ്റെയും അതിലുള്ള എല്ലാറ്റിൻ്റെയും യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്, മാലിക് അള്ളാഹുവാണ്. അതിൻ്റെ ആധിപത്യവും അധികാരവും മുൽക്കും അള്ളാഹുവിന് തന്നെയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ ഈ വിഷയം ആവർത്തിച്ച് പറയാനുള്ള കാരണം. 42-ാം അധ്യായം 4-ാമത്തെ സൂക്തത്തിലും 3-ാം അധ്യായം 189-ാമത്തെ സൂക്തത്തിലും 9-ാം അധ്യായം 116-ാമത്തെ സൂക്തത്തിലും 57-ാം അധ്യായം 2-ാമത്തെ സൂക്തത്തിലുമെല്ലാം അള്ളാഹുവിൻ്റെ ഈ ആധിപത്യത്തെക്കുറിച്ച് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ആ അള്ളാഹുവിൻ്റെ ശക്തിയുടെ ആധിപത്യത്തിൻ്റെ ഭാഗമാണ് അവൻ്റെ മുൽക്ക്. ആ മുൽക്കിൻ്റെ ഭാഗമാണ് അവൻ മാലിക്കാണെങ്കിൽ, അധികാരിയാണെങ്കിൽ അതിൻ്റെ ഭാഗമാണ് അവനാണ് കൽപ്പിക്കേണ്ടത് എന്നത്. അവൻ ഖാലിക്കാണെങ്കിൽ, അവൻ സ്രഷ്ടാവാണെങ്കിൽ അതിൻ്റെ ഭാഗമാണ് കൽപ്പിക്കുന്നവൻ അവനാകണമെന്നത്. ഖൽക്കും മുൽക്കും, സൃഷ്ടിപ്പും ആധിപത്യവും അള്ളാഹുവിനാണ്. അതിനാൽ ആ അള്ളാഹു തന്നെ അമ്ര്, കൽപ്പനാധികാരവും നിർവഹിക്കണം. അവൻ്റെ കൽപ്പനകളാകണം നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ടതും പകർത്തേണ്ടതും. മനുഷ്യനൊഴികെ ബാക്കിയെല്ലാം പ്രകൃത്യാ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാണ്. അവയെല്ലാം അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, കാറ്റാവട്ടെ, മഴയാവട്ടെ, ഇടിയാവട്ടെ, മിന്നലാവട്ടെ, അവയെല്ലാം അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കരയിലും വെള്ളത്തിലും മണ്ണിലും വിണ്ണിലുമുള്ള മുഴുവൻ ജീവജാലങ്ങളും അള്ളാഹു നിശ്ചയിച്ച ജന്മവാസനകൾക്ക് അനുസൃതമായാണ് നിലകൊള്ളുന്നത്. അള്ളാഹു നിശ്ചയിച്ച ഇതേ പ്രകൃതി നിയമങ്ങൾക്ക് മനുഷ്യനും വിധേയനാണ്. പക്ഷേ ധാർമ്മിക നിയമങ്ങളെന്ന മറ്റൊന്നുണ്ട്. അതിന് അള്ളാഹു മനുഷ്യനെ നിർബന്ധമായും വിധേയമാക്കിയിട്ടില്ല. മറിച്ച് അവിടെ സ്വാതന്ത്ര്യം നൽകി. അവനാണ് അലാ ലഹുൽ ഖൽഖ് വൽ അംറ്, അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് കൽപ്പിക്കാനുള്ള അധികാരം എന്ന് അള്ളാഹു കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. ആ അധികാരം അള്ളാഹുവിന് വകവെച്ച് കൊടുക്കുകയും അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തുകയും വേണം. സൂറത്തു യൂസുഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, അധികാരം, ശാസനാധികാരം അള്ളാഹുവിന് മാത്രമാണ് എന്ന്. ആ അധികാരം അള്ളാഹുവിന് നൽകുക എന്നത് അടിമ എന്ന നിലക്ക് നാം ചെയ്യേണ്ട നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ്. നമുക്ക് ലഭിച്ച അറിവനുസരിച്ച് ചിന്തിക്കാനും കണ്ടെത്താനും വിവേചിച്ചറിയാനും കഴിവുള്ള ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. അവന് വിശേഷ ബുദ്ധിയുണ്ട്, അതുകൊണ്ട് വളർച്ചയുണ്ട്, വികാസമുണ്ട്, പുരോഗതിയുണ്ട്. സിംഹം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു ഗുഹയിലാണോ താമസിച്ചത് അതുപോലെയാണ് ഇന്നും.
പക്ഷികൾ എങ്ങനെയാണോ കൂട് കൂട്ടിയത് അതുപോലെയാണ് എന്നും. കോൺക്രീറ്റ് സൗധങ്ങളിലേക്കോ വലിയ വലിയ സൗകര്യങ്ങളിലേക്കോ അവർ പോയിട്ടില്ല. മനുഷ്യന് വികാസക്ഷമതയുള്ളതോടൊപ്പം സംയമന ശേഷിയുണ്ട്, സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. വിശന്നു വലഞ്ഞ പശുവിന് പുല്ല് കിട്ടിയാൽ തിന്നാതിരിക്കാൻ, ഭക്ഷിക്കാതിരിക്കാൻ സാധ്യമല്ല. ദാഹിച്ച് അവശമായ ഒരു ശുനകന് വെള്ളം കിട്ടിയാൽ അതിന് കുടിക്കാതിരിക്കാൻ കഴിയില്ല. അലറി വരുന്ന സിംഹത്തിൻ്റെ മുന്നിൽ അകപ്പെട്ട് പോയ മറ്റൊരു സിംഹം മാപ്പ് കൊടുക്കാറുമില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജന്മവാസനകളെ നിയന്ത്രിക്കാൻ കഴിയും, സഹിക്കാൻ കഴിയും, ക്ഷമിക്കാൻ കഴിയും. അതിനെല്ലാം കഴിയുന്നത് അവൻ തെരഞ്ഞെടുക്കുന്ന ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവൻ അള്ളാഹുവിൻ്റെ ദീനിനെ തിരഞ്ഞെടുത്താൽ, അവൻ അള്ളാഹുവിന് അധികാരം നൽകിയാൽ, അള്ളാഹുവിനെ മാലിക്കായി അംഗീകരിച്ചാൽ, അള്ളാഹു നൽകുന്ന ചിട്ടകളും ചട്ടങ്ങളും നിയമങ്ങളും വ്യവസ്ഥകളും അവൻ പാലിക്കും. അങ്ങനെ പാലിച്ചാൽ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ നിയമങ്ങളും ആരുണ്ടാക്കണം? എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എന്താണ് ജീവിതം, എന്തിനാണ് ജീവിതം, എങ്ങനെയായിരിക്കണം ജീവിതം, മരണശേഷം എന്താകും തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ തൃപ്തികരമായ ഉത്തരം സ്വയം ചിന്തിച്ച് മനുഷ്യന് കണ്ടെത്തുക സാധ്യമല്ല. അതെല്ലാം നൽകുന്നത് അള്ളാഹുവാണ് പ്രവാചകന്മാരിലൂടെ. മനുഷ്യരെല്ലാം സമന്മാരായിരിക്കെ ചില മനുഷ്യർ മറ്റു ചില മനുഷ്യരുടെ മേൽ നിയമങ്ങളുണ്ടാക്കാൻ പാടില്ല, യജമാനന്മാരായി ചമയാൻ പാടില്ല. അവർക്ക് അവിധത്തിലുള്ള അധികാരവുമില്ല. അത് അള്ളാഹുവിന് മാത്രമാണ്. അതാണ് അള്ളാഹുവിൻ്റെ അർളിലെ, ഭൂമിയിലെ മുൽക്ക്, ആധിപത്യം, അധികാരം എന്ന് പറയുന്നത്. നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിന് മാത്രമാണ്. അഫ ഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫി സമാവാതി വൽ അർളി തൗഅൻ വ കർഹൻ വ ഇലൈഹി യുർജഊൻ. അള്ളാഹുവിൻ്റേതല്ലാത്ത ജീവിത വ്യവസ്ഥയെയാണോ അവർ ആഗ്രഹിക്കുന്നത്? ആകാശഭൂമികളിലുള്ളവയെല്ലാം സ്വയമോ നിർബന്ധിതമായോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കീഴ്പ്പെട്ടിരിക്കെ എല്ലാവരും തിരിച്ചു പോകേണ്ടത് അവനിലേക്കാണ് എന്ന് സൂറത്തു ആൽ ഇമ്രാനിലെ 83-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിനാൽ പരമമായി അള്ളാഹുവെ അനുസരിക്കുകയും സ്വതന്ത്രമായി സ്വന്തം ജീവിതം അള്ളാഹുവിന് കൊടുക്കുകയും അവൻ തന്ന ജീവിതം അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ സമർപ്പിക്കുകയും വേണം. സമാവാത്തിൻ്റെ, ആകാശങ്ങളുടെ അധിപനായ അള്ളാഹു ഭൂമിയുടെ കൂടി അധിപനാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സകല നിയമങ്ങൾക്കുമുള്ള അധികാരം അള്ളാഹുവിന് വകവെച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ മുൽക്കിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ, അവൻ്റെ നിയമങ്ങൾ പാലിച്ചാൽ ഇഹലോകത്ത് സമാധാനം നിറഞ്ഞ ജീവിതവും പരലോകത്ത് നിത്യസമാധാനത്തിൻ്റെ സ്വർഗവും ലഭിക്കും. അംഗീകരിച്ചില്ലെങ്കിൽ പരലോകത്ത് മുബുത്തിലീങ്ങൾ, അംഗീകരിക്കാത്ത അസത്യവാദികൾ ശിക്ഷയിലേക്കും നിത്യമായ ദുരിതത്തിലേക്കും തള്ളപ്പെടുകയാണ് ചെയ്യുക. അതാണ് ഈ സൂക്തം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമ തഖൂമു സാഅത്തു, അന്ത്യനാൾ വരുമ്പോൾ മുബുത്തിലീങ്ങൾ നഷ്ടകാരികളാകുമെന്ന് പറയുന്നത്. ആ നഷ്ടകാരികളാവാതിരിക്കാൻ അവിടെ പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ തന്നെ അള്ളാഹുവിൻ്റെ മുൽക്കിനെ അംഗീകരിച്ച് അവന് കീഴൊതുങ്ങി ജീവിച്ചേ പറ്റൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.